വെൽക്കം വൺസ് അഗൈൻ ടു ലിറ്റിൽ ലോകനാഥ് ലൈഫ് കോച്ച് വിത്ത് ലവ്. അപ്പോൾ കപ്പിൾ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ. അതിൽ പെറ്റ് കെയറിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഭർത്താവ് ഒരു ദിവസം രാവിലെ പറയണം നമുക്കൊരു പെറ്റിനെ വാങ്ങിയാലോ, ഒരു ഡോഗിനെ വാങ്ങാമെന്ന്. അപ്പോൾ ഭാര്യയും കൂടെ നിന്നിട്ട് ഓടിപ്പോയി ഡോഗിനെ വാങ്ങാൻ നിൽക്കരുത്. അതൊരു റെഡ് സിഗ്നലാണ്. എന്താണ് റെഡ് സിഗ്നൽ? നമ്മൾ ട്രാഫിക്ക് നിൽക്കുമ്പോൾ റെഡ് സിഗ്നൽ എന്ന് പറയുന്നത് ടു സ്റ്റോപ്പ് അല്ലെ, ഡേഞ്ചറാണ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് തിങ്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പോവുക. അപ്പോൾ അവിടെ ചിന്തിക്കേണ്ട കാര്യം വൈ ഹീ നീഡ്സ് എ പെറ്റ്, അല്ലെങ്കിൽ നേരെ തിരിച്ചും കേട്ടോ, വൈ ഷീ നീഡ്സ് എ പെറ്റ്. അതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ദറ്റ് പേഴ്സൺ നീഡ്സ് മോർ കെയറിങ്, ഷീ വോണ്ട്സ് ടു ഗീവ് മോർ ലവ്, ഓർ ഹീ വോണ്ട്സ് ടു ഗീവ് kisses, he wants to be licked or she wants to be licked, she wants to give massage, or he wants to cuddle a cute thing. ഇതൊക്കെയാണ്. അപ്പോൾ ചിന്തിക്കുക, ഇതിനെല്ലാം ഒരാൾക്ക് ഒരു ലാക്കിങ് തോന്നുമ്പോൾ, ഒരു കുറവ് തോന്നുമ്പോഴാണ് ഒരു പെറ്റിൻ്റെ ആവശ്യം. അപ്പോൾ കപ്പിളിൻ്റെ ഇടയിൽ എന്തിനാണ് അങ്ങനെ ഒരു ആവശ്യം ഇല്ല അല്ലേ. ദേ നീഡ് ഈച്ച് അതർ ഫോർ എവറിത്തിങ്. They need to be kissed, they need to be pampered. അപ്പോൾ ഇതൊക്കെ കൈമോശം വരുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറെ മൊണോട്ടണസ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഓർക്ക മിക്ക കപ്പിളിൻ്റെയും ദ ഫസ്റ്റ് ഡേയ്സ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവർ ഒന്നിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും വന്നാൽ അവരെ പറപ്പിക്കാനുള്ള ദേഷ്യം വരും. ഇതൊക്കെയായിരുന്നു. പിന്നീട് ഓൺഗോയിങ് ഡേയ്സിൽ മക്കളാകുന്നു, റെസ്പോൺസിബിലിറ്റി കൂടുന്നു. സ്റ്റിൽ യു ഹാവ് ടു സ്പെൻഡ് ടൈം വിത്ത് ഈച്ച് അതർ ഫോർ ദീസ് സ്മോൾ തിങ്സ് അല്ലേ. ഇത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വെളിയിൽ പോകാതെ വീട്ടിൽ നമുക്ക് കൊടുക്കാനുള്ള സ്നേഹം വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുക. അത് വെളിയിൽ പോകാതെ നോക്കുക എന്നുള്ളത് ഒരു പാർട്ട്ണറിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇഫ് യു നീഡ് ദാറ്റ് ലവ് ടിൽ ദ എൻഡ്. ഇപ്പോൾ നമുക്ക് കാണാം, ചിലർക്ക് വലിയ വീടുണ്ടായിരിക്കാം. ആ വീട്ടിൽ ഒരു 2 നിലയുടെ ഒരറ്റത്തായിരിക്കും ഭാര്യ, താഴെയായിരിക്കും ഭർത്താവ്. ആൻഡ് ദ മാൻ ഈസ് ഓൾവേസ് എൻജോയിങ് ടെലിവിഷൻ ആൻഡ് മൊബൈൽ. ദ വുമൺ ഓൾവേസ് ഡൂയിങ് സം വർക്ക്, ഹൗസ് ഹോൾഡ് വർക്ക്സ്, ആൻഡ് ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ്. ഇതിനെല്ലാം സമയം കണ്ടെത്തണം. ബട്ട് എന്താണ്, ഒരു ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ വാട്ട് യു ആർ ഗിവിങ് ഈച്ച് അതർ എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിന് സഹായിക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ ഈസി ആക്കാൻ, കുറച്ചും കൂടെ എഫേർട്ട്ലെസ് ആക്കാൻ, സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ അത് സഹായിക്കും. നമ്മൾ ചിലരെ കാണും, കാറിലായിരിക്കും ഇരിക്കുന്നത്, 2 പേരുടെ മുഖം ഒരു കൊട്ടയുണ്ടാവും. അപ്പോൾ അവർ തമ്മിൽ മിണ്ടൽ കുറവാണ്. ചില വീടുകളിൽ ചെന്നാൽ നമുക്ക് ശ്വാസം മുട്ടും. ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത വീട്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ആസ്പെക്റ്റാണ്. നമ്മൾ ഇടിച്ചു കയറി സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ചിലപ്പോൾ ഒരാൾ അത്ര ടോക്കറ്റീവ് ആയിരിക്കത്തില്ല, പക്ഷെ മറ്റേ ആൾ എന്താക്കിയെടുക്കണം, ഒരു മോഡറേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റണം. അവിടെയാണ് വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വഴിയിൽ കൂടെ ഒക്കെ നടക്കുമ്പോഴത്തേക്കും, ഞാൻ പെറ്റ് ലവേഴ്സിനെ പറ്റി പറയില്ല കേട്ടോ, ആ സ്നേഹത്തിൻ്റെ കാര്യം പറയണം. നമുക്കറിയാം, ഭയങ്കര വിലയുള്ള ഡോഗായിരിക്കും. അപ്പോൾ അതിനെ കുളിപ്പിക്കുന്നു, അതിനെ മസാജ് ചെയ്യിക്കുന്നു. ഇതെല്ലാം ഒരിടത്ത് നിങ്ങൾ കൊടുക്കാൻ ലാക്ക് ചെയ്യുന്നു. അതാണ് നിങ്ങൾ പെറ്റ്സിനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് അതിനെ സ്നേഹിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. അത് വന്നതോട് കൂടിയിട്ട് പിന്നെയും ഒരു അകൽച്ച നിങ്ങൾക്ക് ഫീൽ ചെയ്യരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പേരും പരസ്പരം ആലോചിക്കുക, എവിടെയാണ് നിങ്ങൾക്ക് ഒരു ആവശ്യം ഉള്ളത്, എവിടെയാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ആഗ്രഹിക്കുന്നത്, എന്തിനാണെന്നും കൂടെ സ്വയം ചോദിച്ചു നോക്കണം കേട്ടോ. എവറി ഡേ യു മസ്റ്റ് ബി റീപ്ലെനിഷ്ഡ്. ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന്. അത് പാർട്ട്ണറിൻ്റെ കാര്യത്തിൽ ഒരിക്കലും വേണ്ട, പക്ഷെ പാർട്ട്ണറിനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ, പാർട്ട്ണറിനോടുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിൽ, അല്ല, ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്നാണ് ഇപ്പോൾ മോഡേൺ ഫിലോസഫി പറയുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കണം. ഇപ്പോൾ നമുക്ക് തന്നെ എന്നും ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറും നമുക്ക് മടുക്കും അല്ലേ. അപ്പോൾ ഒരു പിറ്റേ ദിവസം വേറെ. അപ്പോൾ യുവർ ആറ്റിറ്റ്യൂഡ് ഓഫ് എക്സ്പ്രസിങ് ലവ് മസ്റ്റ് ബി ഡിഫറെൻറ്റ്. അതിനാണ് എന്താ പറയുക, ഈ പറയുന്ന
കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ പോകുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഈസി ടു ഡെവലപ്പ് ലവ്, ക്വൈറ്റ് ഈസി ടു എക്സ്പ്രസ് ലവ്, ക്വൈറ്റ് ഈസി ടു behave in love, quite easy to be together in love. So thank you so much.